വിവോക്സ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ രണ്ടാം ജന്മമാണിത്. ലൈംഗികതയിൽ ലോകത്തിലെ തന്നെ പ്രസിദ്ധരായിട്ടുള്ള സെക്സ് തെറാപ്പിസ്റ്റുകളെയും സെക്ഷുവാലിറ്റി എക്സ്പേർട്സുകളെയും ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ സമൂഹത്തിൽ ലൈംഗികതയെപ്പറ്റി ഡോക്ടർമാരുൾപ്പെടെയുള്ള പ്രമുഖർ നടത്തുന്ന കുപ്രചരണങ്ങളെ തെളിവ് സഹിതം ജനങ്ങൾക്ക് തുറന്നു കാണിക്കുന്ന ഒരു ചാനൽ കൂടിയാണ് വിവോക്സ്. അതുകൊണ്ട് തന്നെ വിവോക്സിൻ്റെ ഭാവിയും നിലനിൽപ്പുമൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മറ്റുള്ളവരിൽ എത്തിക്കാൻ പരമാവധി സഹായിക്കുക. കാരണം നിങ്ങളില്ലെങ്കിൽ വിവോക്സ് ഇല്ല. സ്വയംഭോഗം ചെയ്താൽ മുടി കൊഴിയുമോ? ശരീരം മെലിയുമോ? ഉദ്ധാരണശേഷി നഷ്ടമാകുമോ? ഓർമ്മശക്തി ഇല്ലാതാകുമോ? എന്നെ ഫോണിൽ വിളിക്കുകയും മെസ്സേജ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒട്ടുമിക്ക പുരുഷന്മാരുടെയും ഒരു ചെറിയ ന്യൂനപക്ഷം സ്ത്രീകളുടെയും ഒരു വലിയ സംശയവും പരാതിയും ഒക്കെയാണിത്. ലോകാരോഗ്യ സംഘടനയും മെഡിക്കൽ സയൻസും ഒക്കെ ഇന്ന് സ്വയംഭോഗം സ്ത്രീകളിലും പുരുഷന്മാരിലും വളരെ നോർമലും ഹെൽത്തിയുമാണ് എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മളുടെ സമൂഹത്തിലെ ഒട്ടുമിക്ക ജനങ്ങൾക്കും ഈ സ്വയംഭോഗത്തെപ്പറ്റി ഇത്രയധികം ഭീതിയും സംശയവും ഒക്കെ നിലനിൽക്കുന്നത്? ഈ സ്വയംഭോഗ ഭീതി സൃഷ്ടിച്ചതിൽ വൈദ്യശാസ്ത്രത്തിൻ്റെ ഒരു പങ്കിനെപ്പറ്റി എത്ര പേർക്കറിയാം? ഈ വിഷയത്തെപ്പറ്റി ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കാൻ ചേരുന്നത് അമേരിക്കയിലെ പ്രശസ്ത ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും സെക്സ് തെറാപ്പിസ്റ്റും ഗവേഷകനും പ്രൊഫസറുമായ ഡോക്ടർ എറിക് സ്പ്രാങ്കിളാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകമായ DIY ദ വണ്ടർഫുള്ളി വിയേർഡ് ഹിസ്റ്ററി ആൻഡ് സയൻസ് ഓഫ് മാസ്റ്റർബേഷൻ കഴിഞ്ഞ മാസമാണ് അമേരിക്കയിൽ പബ്ലിഷ് ചെയ്തത്. ഡോക്ടർ സ്പ്രാങ്കിൾ മിനസോട്ട സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെക്ഷുവാലിറ്റി സ്റ്റഡീസ് പ്രോഗ്രാമിൻ്റെ ഡയറക്ടറും അമേരിക്കയിലെ മെഡിക്കൽ ഗ്രാജുവേറ്റ്സിനെയും സെക്സ് തെറാപ്പിസ്റ്റുകളെയും ഒക്കെ സെക്ഷുവൽ ഹെൽത്തിൽ ട്രെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടെയാണ്. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ്. ഈ ലൈംഗിക വിദ്യാഭ്യാസം കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ സ്കൂളിലും കോളേജിലും മാത്രമല്ല നമ്മളുടെ സമൂഹം ആദരിക്കുന്ന ഡോക്ടർമാരുടെ മെഡിക്കൽ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് പോലും ഇന്നുമില്ല എന്നുള്ള വസ്തുത സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം തുടങ്ങിയ ഒരു പ്ലാറ്റ്ഫോമാണ് വിവോക്സ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ത്യയിൽ ഒരു ഡോക്ടർ ആയതുകൊണ്ടോ MBBSഉം MDയും ഒക്കെ നേടിയതുകൊണ്ട് മാത്രമോ ഒന്നും ലൈംഗികതയെപ്പറ്റി സംസാരിക്കുവാനോ ലൈംഗിക ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം നിർദ്ദേശിക്കുവാനോ ഒന്നും യാതൊരു യോഗ്യതയുമില്ല എന്ന് സാരം. നമ്മളുടെ സമൂഹത്തിലെ ഒട്ടുമിക്ക ഡോക്ടർമാരും ലൈംഗികതയെപ്പറ്റി സംസാരിക്കുന്നത് സയൻസ് അല്ല, കൾച്ചറും മതവിശ്വാസങ്ങളും ഒക്കെ ഉണ്ടാക്കിയ കെട്ടുകഥകളും സദാചാരവുമാണ്. വിവോക്സിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലൊന്ന് ലോകത്തിലെ തന്നെ പ്രസിദ്ധരായിട്ടുള്ള സെക്സ് തെറാപ്പിസ്റ്റുകളെയും സെക്സ് റിസർച്ചേഴ്സിനെയും സെക്സോളജിസ്റ്റുകളെയും ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷേ അത് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. കാരണം വിവോക്സ് വളരുന്നതിനനുസരിച്ച് ലോകത്തിലെ തന്നെ പ്രസിദ്ധരായിട്ടുള്ള എക്സ്പേർട്സുകളെ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലേ? ഈ സ്വയംഭോഗം എന്ന് പറയുന്ന പ്രവൃത്തി ഭൂമിയിൽ മനുഷ്യൻ മാത്രമാണോ ചെയ്യാറ്, അതോ പക്ഷികളും മൃഗങ്ങളും ഒക്കെ സ്വയംഭോഗം ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ ഈ മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ സ്വയംഭോഗം ചെയ്യുന്നതിലെ വ്യത്യാസം എന്താണ്? സ്വയംഭോഗം എന്ന് പറയുന്ന പ്രവൃത്തി മനുഷ്യരുടെ ഇടയിൽ മാത്രമല്ല എന്നും പക്ഷിമൃഗാദികളിലും കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് എന്നാണ് ഡോക്ടർ എറിക് പറഞ്ഞത്. ഇതിന് ഉദാഹരണമായിട്ട് അദ്ദേഹം പറഞ്ഞത് സ്വയംഭോഗം ചെയ്യുന്ന പക്ഷികളും കുതിരകളും ഡോൾഫിൻസും മുള്ളൻ പന്നിയും ഒക്കെ ഉണ്ട് എന്നായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇംഗ്ലണ്ടിലെ ഒരു പട്ടണത്തിൽ വാൾറസ് എന്ന് വിളിക്കുന്ന ഒരു കടൽ ജീവി ന്യൂ ഇയറിൻ്റെ തലേരാത്രി കരയിൽ വന്ന് സ്വയംഭോഗം ചെയ്യാൻ തുടങ്ങിയതിനെ തുടർന്ന് പട്ടണത്തിൻ്റെ ചുമതലയുണ്ടായിരുന്ന അധികൃതർ അന്ന് രാത്രി നടത്താൻ നിശ്ചയിച്ചിരുന്ന കരിമരുന്ന് പ്രയോഗം വാൾറസിന് സ്വസ്ഥമായിട്ട് സ്വയംഭോഗം ചെയ്യുന്നതിന് തടസ്സമുണ്ടാക്കും എന്ന് വിലയിരുത്തിയതിനെ തുടർന്ന് വേണ്ട എന്ന് വയ്ക്കുകയുണ്ടായി. മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ സ്വയംഭോഗം ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ഈ രതിമൂർച്ച അല്ലെങ്കിൽ ഓർഗാസം എന്ന് പറയുന്ന പ്രതിഭാസമാണ്. മനുഷ്യന് അവൻ്റെ ഭാവന ഉപയോഗിച്ച് എവിടെ വേണമെങ്കിലും ഇരുന്ന് സ്വയംഭോഗം ചെയ്ത് ഒരു രതിമൂർച്ചയിൽ എത്താനുള്ള ഒരു കഴിവുണ്ട്. ഈ ഒരു പ്രത്യേകത മറ്റ് മൃഗങ്ങൾക്കില്ല. മൃഗങ്ങളുടെ ലൈംഗിക ഉത്തേജനം കൺമുമ്പിലുള്ള വസ്തുക്കളിലൂടെ മാത്രമാണ്. ഈ സ്വയംഭോഗം മനുഷ്യരിലും പക്ഷിമൃഗാദികളിലുമൊക്കെ വളരെ നാച്ചുറലും നോർമലുമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് എന്നെ ഫോണിൽ വിളിക്കുകയും മെസ്സേജ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒട്ടുമിക്ക പുരുഷന്മാർക്കും അവരുടെ ഏറ്റവും വലിയ സംശയവും പരാതിയും ഒക്കെ ഈ സ്വയംഭോഗത്തെ പറ്റിയാകുന്നത്? പലരുടെയും ഒരു സംശയം, ഈ സ്വയംഭോഗം ചെയ്തു കഴിഞ്ഞാൽ തലമുടി കൊഴിയുമോ, ഉദ്ധാരണശേഷി നഷ്ടമാകുമോ, വന്ധ്യതയുണ്ടാകുമോ, ഓർമ്മശക്തി പോകുമോ എന്ന് തുടങ്ങിയ ചോദ്യങ്ങളാണ്. എന്താണ് ഇതിൻ്റെ ഒരു കാരണം? ഏതാണ്ട് 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ ഈ സ്വയംഭോഗം എന്ന് പറയുന്ന പ്രവൃത്തി ഒരു ആത്മീയ മൂല്യച്യുതിയായിട്ടും ലൈംഗിക അധാർമികതയായിട്ടും മാത്രമേ ജനങ്ങൾ കണ്ടിരുന്നുള്ളൂ. ഇത് ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അസുഖമായിട്ട് ആരും ഇതിനെ വിശേഷിപ്പിച്ചിരുന്നില്ല. ഈ ഒരു കാഴ്ചപ്പാടിലുണ്ടായ മാറ്റം വൈദ്യശാസ്ത്രത്തിൻ്റെയും ക്രിസ്തുമതത്തിൻ്റെയും ഒരു സ്വാധീനത്തിൽ നിന്നുണ്ടായതാണ്. വൈദ്യശാസ്ത്രത്തിനും ക്രിസ്തുമതത്തിനും ഇതിൽ തുല്യ പങ്കാണ് ഉള്ളത്. അപ്പം ഈ വൈദ്യശാസ്ത്രവും ക്രിസ്തുമതവും ഒക്കെ ഉണ്ടാക്കിയ സ്വയംഭോഗ ഭീതിയാണ് ഇന്നും 300 വർഷങ്ങൾക്ക് ശേഷവും നിലനിൽക്കുന്നത്. അപ്പം എന്താണ് ഈ ഭീതിക്ക് തുടക്കം കുറിച്ച കാരണം? ഈ ഒരു ഭീതിക്ക് തുടക്കം കുറിച്ചത് 1715 ഇംഗ്ലണ്ടിൽ പ്രസിദ്ധീകരിച്ച ഒണണിയ എന്ന് വിളിക്കുന്ന ഒരു ലഘുലേഖയാണ്.
ഇത് ഇംഗ്ലണ്ടിലെ ഒരു വ്യാജ ഡോക്ടർ ബൈബിളിനെ കൂട്ടുപിടിച്ച് ജനങ്ങളുടെ ഇടയിൽ ഭീതി പരത്തി പൈസ ഉണ്ടാക്കുന്നതിന് വേണ്ടി കണ്ടുപിടിച്ച ഒരു എളുപ്പ മാർഗമായിരുന്നു. ഈ ലഘുലേഖയാണ് സ്വയംഭോഗത്തെ ആദ്യമായിട്ട് ഒരു അസുഖമായിട്ട് ചിത്രീകരിക്കുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞ ഈ സ്വയംഭോഗം ചെയ്തു കഴിഞ്ഞാൽ മുടി ഒഴിയുമോ, ഉദ്ധാരണശേഷി നഷ്ടമാകുമോ, വന്ധ്യത ഉണ്ടാകുമോ, ക്യാൻസർ ഉണ്ടാകുമോ എന്ന് തുടങ്ങിയ എല്ലാ ചോദ്യങ്ങളും ഈ വ്യാജൻ ഉണ്ടാക്കിയ കഥയായിരുന്നു. ഈ ഒനണിയ എന്ന് വിളിക്കുന്ന ലഘുലേഖയെപ്പറ്റി ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണാവുന്നതാണ്. പക്ഷേ എങ്ങനെയാണ് ഒരു 300 കൊല്ലം മുമ്പ് ഇംഗ്ലണ്ടിൽ പ്രസിദ്ധീകരിച്ച ഒരു ലഘുലേഖയ്ക്ക് ലോകമെമ്പാടും ഇത്രയധികം സ്വാധീനവും വിശ്വാസ്യതയും ഒക്കെ കൈവന്നത്? അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്തു മതത്തിനും ക്രിസ്ത്യൻ തിയോളജിക്കുമൊക്കെ വൈദ്യശാസ്ത്രത്തിന് മേൽ എത്രത്തോളം സ്വാധീനം ഉണ്ടായിരുന്നു എന്നുകൂടെ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെയും സൈക്കോളജിയുടെയും ഒക്കെ ലൈംഗിക ഭീതിക്കും ലൈംഗിക വിരുദ്ധതയ്ക്കും പിന്നിൽ ക്രിസ്തു മതത്തിനും ക്രിസ്ത്യൻ തിയോളജിക്കുമൊക്കെ ഒരു വളരെ വലിയ പങ്കുണ്ട് എന്നാണ് ഡോക്ടർ സ്പ്രാങ്കിൾ പറഞ്ഞത്. ഈ ഒനണിയ എന്ന് പറയുന്ന ലഘുലേഖ ഇംഗ്ലണ്ടിൽ പ്രസിദ്ധീകരിച്ച ഒരു വൻ വിജയമായതിനു ശേഷം ഏകദേശം 50 വർഷങ്ങൾ കഴിഞ്ഞ് യൂറോപ്പിലെ തന്നെ വളരെ പ്രസിദ്ധനും ബഹുമാന്യനുമായ ഒരു ഡോക്ടറായ ഡോക്ടർ സാമുവൽ ടിസോ അദ്ദേഹം ഈ ലഘുലേഖയുടെ വിശ്വാസ്യത പോലും കണക്കിലെടുക്കാതെ അത് ഒരു പുസ്തക രൂപത്തിൽ പബ്ലിഷ് ചെയ്യുകയും അത് ലോകമെമ്പാടും വിവർത്തനം ചെയ്യപ്പെടുകയും അത് പിന്നീട് വൈദ്യശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഇവിടെ പലർക്കും അറിഞ്ഞുകൂടാത്ത ഒരു കാര്യം, ഈ സ്വയംഭോഗ കെട്ടുകഥ വൈദ്യശാസ്ത്രത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയതിൽ സ്വയംഭോഗം പാപമാണ് എന്ന് പഠിപ്പിക്കുന്ന ക്രിസ്തു മതത്തിനും കത്തോലിക്ക സഭയ്ക്കും ഉണ്ടായിരുന്ന പങ്കിനെ പറ്റിയാണ്. ഈ വ്യാജ ഡോക്ടർ എഴുതിയ ഒനണിയ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച ഡോക്ടർ സാമുവൽ ടിസോ കത്തോലിക്കരുടെ ആസ്ഥാനമായ വത്തിക്കാൻ്റെ മെഡിക്കൽ അഡ്വൈസർ കൂടിയായിരുന്നു. 17-ാം നൂറ്റാണ്ടിലും 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലുമൊക്കെ യൂറോപ്പിലെ വളരെയധികം ഡോക്ടർമാർ സ്വയംഭോഗം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി എഴുതുകയും സംസാരിക്കുകയും ഒക്കെ ഉണ്ടായി. ഇവയൊന്നും തന്നെ വസ്തുതകളുടെയോ പഠനങ്ങളുടെയോ റിസർച്ചുകളുടെയോ ഒന്നും അടിസ്ഥാനത്തിൽ ആയിരുന്നില്ല. മറിച്ച് അവരുടെ ക്രിസ്ത്യൻ വിശ്വാസം ലൈംഗികതയെപ്പറ്റി ഉണ്ടാക്കിയ സദാചാര ബോധവും മുൻവിധികളും ആയിരുന്നു ഈ ലേഖനങ്ങളിലും പ്രഭാഷണങ്ങളിലുമൊക്കെ നിറഞ്ഞു നിന്നിരുന്നത്. പക്ഷേ ഇവരെല്ലാവരും ഡോക്ടർമാരായതുകൊണ്ട് തന്നെ ജനങ്ങൾ അവർ പറഞ്ഞത് വിശ്വസിക്കുകയും ചെയ്തു. ഈ ലൈംഗികതയെപ്പറ്റി സംസാരിക്കുന്ന ഡോക്ടർമാരും സൈക്കോളജിസ്റ്റുകളുമൊക്കെ അവരുടെ വ്യക്തിപരമായ മതവിശ്വാസ മൂല്യങ്ങളല്ല, മറിച്ച് സയൻസ് എന്താണ് പറയുന്നത് എന്നാണ് സംസാരിക്കേണ്ടതെന്നും ഡോക്ടർ എറിക് കൂട്ടിച്ചേർത്തു. ഈ യൂറോളജിസ്റ്റുകളും ഗൈനക്കോളജിസ്റ്റുകളും ആൻഡ്രോളജിസ്റ്റുകളും സൈക്കാട്രിസ്റ്റുകളും ഒന്നും സെക്സോളജിസ്റ്റുകളല്ല. അവരുടെ പ്രാഗൽഭ്യം എന്ന് പറയുന്നത് ലൈംഗിക രോഗങ്ങളും മാനസിക രോഗങ്ങളും ഒക്കെ ചികിത്സിക്കുന്നതിലാണ്. ഒട്ടുമിക്ക ലൈംഗിക പ്രശ്നങ്ങളും, അതായത് ഏകദേശം 80 മുതൽ 90% വരെയുള്ള ലൈംഗിക പ്രശ്നങ്ങളും ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി മരുന്ന് കഴിച്ചോ ഇഞ്ചക്ഷൻ ചെയ്തോ സർജറി ചെയ്തോ ഒന്നും നേരെയാക്കേണ്ട അസുഖങ്ങളല്ല. അതുണ്ടാകുന്ന പ്രധാനമായിട്ടും നമുക്ക് സെക്സിലുള്ള അറിവില്ലായ്മയും അജ്ഞതയും നമ്മളുടെ കൾച്ചറും മതവിശ്വാസങ്ങളും ഒക്കെ സെക്സിനെ പറ്റിയും ജെൻഡറിനെ പറ്റിയും ഒക്കെ ഉണ്ടാക്കിയ യാതൊരു അടിസ്ഥാനമില്ലാത്ത കെട്ടുകഥകളുടെ സ്വാധീനത്തിൽ നിന്നുമാണ്. അപ്പം ഈ ഒരു സ്വാധീനത്തിൽ നിന്ന് മുക്തമാകാൻ നമുക്ക് വേണ്ടത് സമഗ്രമായ ലൈംഗിക വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ഒരു കൗൺസിലിങ്ങും തുറന്ന സംഭാഷണവും മാത്രം മതി. നിങ്ങളുടെ ലൈംഗികതയ്ക്ക് എങ്ങനെ നിങ്ങളുടെ വ്യക്തിത്വത്തെയും ആത്മവിശ്വാസത്തെയും ഒക്കെ മാറ്റിമറിക്കാനുള്ള ഒരു ശക്തിയുണ്ട് എന്നതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. 60കളുടെ അവസാനം വരെ സ്വയംഭോഗത്തെ ഒരു മാനസിക രോഗമായിട്ടാണ് വൈദ്യശാസ്ത്രം പോലും കണ്ടിരുന്നത്. എന്നാൽ ഇന്ന് ലോകാരോഗ്യ സംഘടനയും മെഡിക്കൽ സയൻസും സയൻറ്റിഫിക് ബോഡീസും ഒക്കെ സ്വയംഭോഗം വളരെ നോർമലും ഹെൽത്തിയുമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇന്നും ആളുകളുടെ ഇടയിൽ ഇത്രയധികം സ്വയംഭോഗത്തെപ്പറ്റി ഭീതിയും സംശയവും തെറ്റിദ്ധാരണയും ഒക്കെ നിലനിൽക്കുന്നത്? ഇതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് ഡോക്ടർ സ്പ്രാങ്കിൾ പറഞ്ഞത് സ്വയംഭോഗം നോർമലും ഹെൽത്തിയുമാണ് എന്നുള്ള ഒരു വസ്തുത ഇന്നും ഒട്ടുമിക്ക സ്കൂളുകളിലും ലൈംഗിക വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികൾ കേൾക്കാറില്ല എന്നായിരുന്നു. താൻ പോലും സ്വയംഭോഗം നോർമലും ഹെൽത്തിയുമാണ് എന്നുള്ള വസ്തുത ഒരു വിശ്വാസ്യതയുള്ള വ്യക്തിയിൽ നിന്നും മനസ്സിലാക്കിയത് 19ാമത്തെ വയസ്സിൽ കോളേജിൽ എത്തിയതിന് ശേഷം സൈക്കോളജിയും സെക്ഷുവാലിറ്റിയും ഒക്കെ പഠിക്കാൻ തുടങ്ങിയതിന് ശേഷം ആണ് എന്നായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ വൈകി ലഭിക്കുന്ന ഒരു അറിവാണ്. കാരണം അപ്പോഴേക്കും ഈ സെക്സിനെ പറ്റിയും സ്വയംഭോഗത്തെ പറ്റിയും ഒക്കെ നിങ്ങൾ കൾച്ചറിൻ്റെ ഭാഗമായിട്ടും മതവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടും ഒക്കെ കേട്ട് വളർന്ന കെട്ടുകഥകൾ നിങ്ങളുടെ മനസ്സിൽ ഏറെക്കുറെ ഉറച്ചു കഴിഞ്ഞിരിക്കും. ഈ സ്വയംഭോഗ കഥകൾ ഇന്നും നമ്മളുടെ സമൂഹത്തിൽ സജീവമായിട്ട് നിലനിർത്തിക്കൊണ്ടു പോകുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്ന വിഭാഗമാണ് ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ഇത് ഞാൻ തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ സ്കൂളിൽ എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പഠിച്ച ഒരു പുസ്തകമാണ്. മോറൽ സയൻസ്, അതായത് സദാചാര സയൻസ് എന്നാണ് ഇതിൻ്റെ പേര്. ഈ തലക്കെട്ടൊന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വായിക്കുക. സെൽഫ് അബ്യൂസ് ഓർ മാസ്റ്റർബേഷൻ, സ്വയം ദുരുപയോഗം അല്ലെങ്കിൽ സ്വയംഭോഗം. ഇവിടെ സ്വയംഭോഗത്തെ വിശേഷിപ്പിക്കുന്നത് ആൺകുട്ടികൾ സ്വന്തം സുഖത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യുന്ന ഒരു ലൈംഗിക പ്രവൃത്തിയായിട്ടാണ്. അതുമാത്രവുമല്ല, ഈ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന ആൺകുട്ടികൾക്ക് വളരെയധികം നാണക്കേടും കുറ്റബോധവും പിടിക്കപ്പെടും എന്നൊക്കെയുള്ള ഒരു ഭയവും ഉണ്ടാകുകയും ഒക്കെ ചെയ്യും എന്നാണ് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്.
പെൺകുട്ടികളുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നതെന്നും പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഈ ലോകാരോഗ്യ സംഘടനയും മെഡിക്കൽ സയൻസും ഒക്കെ സ്വയംഭോഗം ആൺകുട്ടികളിലും പെൺകുട്ടികളിലും വളരെ നോർമലും ഹെൽത്തിയുമായിട്ടുമുള്ള ഒരു പ്രവൃത്തിയാണ് എന്നാണ് വിശേഷിപ്പിക്കുന്നതെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്വയംഭോഗം കുട്ടികളിൽ നാണക്കേടും കുറ്റബോധവും ഒക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നത്? എന്താണ് ഇതിൻ്റെ ഒരു അപകടം? ഈ സ്വയംഭോഗത്തെപ്പറ്റി നാണക്കേടും കുറ്റബോധവും ഒക്കെ ഉണ്ടാക്കുന്നത് വഴി കുട്ടികളത് ചെയ്യാതിരിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഈ ഒരു പ്രവൃത്തിയെപ്പറ്റി വളരെയധികം തെറ്റായ ഇൻഫർമേഷൻ അവിടുന്നും ഇവിടുന്നുമൊക്കെ ശേഖരിക്കുകയും ഈ നോഫാപ്പും സിമെൻറ്റ് റിട്ടൻഷനും പോലെയുള്ള സംഘടനകളുടെയും നെറ്റ്വർക്കുകളുടെയും ഒക്കെ ഭാഗമായിട്ട് മാറി വളരെയധികം മാനസിക പിരിമുറുക്കം അനുഭവിക്കുകയും ഒരു ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് എന്ന് ഡോക്ടർ സ്പ്രാങ്കിൾ പറഞ്ഞു. ഈ നോഫാപ്പും സിമെൻറ്റ് റിട്ടൻഷനും ഒക്കെ എങ്ങനെയാണ് ചെറുപ്പക്കാരിൽ വളരെയധികം മാനസിക സമ്മർദ്ദവും പിരിമുറുക്കവും ഒക്കെ ഉണ്ടാക്കുന്നതെന്നും ചില കേസുകളിൽ ഒരു ആത്മഹത്യയുടെ വക്കിലൊക്കെ എത്തിക്കുന്നതും എന്നതിനെപ്പറ്റി ഡോക്ടർ സ്പ്രാങ്കിളുമായിട്ടൊരു സെപ്പറേറ്റ് ഇൻ്റർവ്യൂ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ സ്വയംഭോഗം ചെയ്യുന്നത് വളരെയധികം നാണക്കേടും തെറ്റുമാണ് എന്ന് ചിന്തിക്കുന്ന പുരുഷന്മാരിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വേറൊരു പ്രശ്നമാണ് ഈ പ്രോൺ മാസ്റ്റർബേഷൻ എന്ന് പറയുന്നത്. മെത്തയിൽ കമഴ്ന്ന് കിടന്ന് കൈ ഉപയോഗിക്കാതെ ചെയ്യുന്ന ഒരു സ്വയംഭോഗ ശൈലിക്കാണ് ഈ പ്രോൺ മാസ്റ്റർബേഷൻ എന്ന് പറയുന്നത്. പല പുരുഷന്മാരും കൈ ഉപയോഗിക്കാതെ സ്വയംഭോഗം ചെയ്യുന്നതിൻ്റെ ഒരു കാരണം ഈ കൈ ഉപയോഗിച്ച് സ്വയംഭോഗം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പാപബോധവും കുറ്റബോധവും ഒക്കെ കുറഞ്ഞു കിട്ടും എന്നുള്ള ചിന്തയിൽ നിന്നുമാണ്. പക്ഷേ ഈ പുരുഷന്മാർ മനസ്സിലാക്കാത്ത ഒരു കാര്യം, ഈ കമഴ്ന്ന് കിടന്ന് സ്വയംഭോഗം ചെയ്യുന്നതിലൂടെ ആ ഒരു സ്വയംഭോഗ ശൈലി മാത്രം ശീലിച്ചു വരികയാണെങ്കിൽ അവർക്ക് കാലക്രമേണ അവരുടെ ഭാവി പങ്കാളിയുമായിട്ടൊരു സെക്സിൽ ഏർപ്പെടാനുള്ള ഉദ്ധാരണശേഷി എന്നേക്കുമായിട്ട് ഇല്ലാതാകും. അങ്ങനെ ആ ദാമ്പത്യ ബന്ധം തന്നെ തകർന്നു പോവുകയും ചെയ്യും. ഈ പ്രോൺ മാസ്റ്റർബേഷൻ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണാവുന്നതാണ്. ഈ പ്രോൺ മാസ്റ്റർബേഷൻ എന്ന് പറയുന്ന സ്വയംഭോഗ ശൈലിയിലൂടെ ലിംഗത്തിൻ്റെ ഉദ്ധാരണശേഷി നഷ്ടപ്പെട്ടു പോയ പുരുഷന്മാരിൽ ആ നഷ്ടപ്പെട്ടു പോയ ഉദ്ധാരണശേഷി തിരികെ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് കൈ ഉപയോഗിച്ച് ശരിയായ രീതിയിൽ സ്വയംഭോഗം ചെയ്ത് പഠിക്കണം എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഈ പുരുഷന്മാരിൽ ഉണ്ടാകുന്ന ലൈംഗിക പ്രശ്നമായ ശീഘ്രസ്ഖലനം അത് പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും ഡോക്ടർമാർ കൈ ഉപയോഗിച്ച് സ്വയംഭോഗം ചെയ്ത് പരിശീലിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി സംസാരിക്കാറുണ്ട്. പക്ഷേ ഈ സ്വയംഭോഗം പാപമാണ്, തെറ്റാണ് എന്നൊക്കെ ബോധ്യത്തിൽ വളർന്നു വരുന്ന പുരുഷന്മാരെ സംബന്ധിച്ച് ഇത് പലപ്പോഴും വളരെയധികം ആത്മസംഘർഷത്തിനും പ്രതിസന്ധിക്കുമൊക്കെ വഴിതെളിക്കും. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഈ പുരുഷന്മാർക്ക് അവരുടെ തെറാപ്പിസ്റ്റുകളും ഡോക്ടർമാരുമൊക്കെ സജസ്റ്റ് ചെയ്യുന്ന പരിഹാര മാർഗ്ഗങ്ങൾ പരിശീലിക്കാൻ പറ്റുന്നത്? ഇതത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല എന്നാണ് ഡോക്ടർ സ്പ്രാങ്കിൾ പറഞ്ഞത്. അദ്ദേഹം സെക്സ് തെറാപ്പി പ്രാക്ടീസ് ചെയ്തിരുന്ന അമേരിക്കയിലെ മിനിയാപോളിസ് എന്ന് വിളിക്കുന്ന പട്ടണത്തിൽ വെച്ച് അവിടുത്തെ ഒരു മുസ്ലിം യുവാവ് ലൈംഗിക പ്രശ്നവുമായിട്ട് തന്നെ കാണാൻ വന്ന ഒരു അനുഭവം അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി. അമേരിക്കയിൽ വളരെയധികം മുസ്ലിം പോപ്പുലേഷനുള്ള ഒരു പട്ടണമാണ് ഈ മിനിയാപോളിസ് എന്ന് പറയുന്നത്. ക്രിസ്തുമതം പോലെ തന്നെ സ്വയംഭോഗം പാപമാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു വിശ്വാസമാണ് ഇസ്ലാമും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ തന്നെ കാണാൻ വരുന്ന വ്യക്തികളുടെ മതവിശ്വാസ മൂല്യങ്ങൾ പരമാവധി മാനിച്ചുകൊണ്ട് തന്നെ അവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാനാണ് ശ്രമിക്കാറെന്ന് ഡോക്ടർ സ്പ്രാങ്കിൾ പറഞ്ഞു. ആദ്യമേ തന്നെ ചികിത്സയ്ക്ക് വരുന്ന ആ വ്യക്തിയോട് ചികിത്സയുടെ ഭാഗമായിട്ട് സ്വയംഭോഗം ചെയ്ത് പരിശീലിക്കേണ്ടത് ആവശ്യമാണ് എന്ന് പറയുകയും അത് ചെയ്യാത്ത പക്ഷം ആ ഒരു ചികിത്സയിൽ നിന്ന് ലഭിക്കുന്ന ഗുണം വളരെ പരിമിതം ആയിരിക്കും എന്ന് വിശദീകരിക്കുകയും ഒക്കെ ചെയ്യും. അതിനുശേഷം എങ്ങനെ ആ ഒരു പ്രതിസന്ധി മറികടക്കാം എന്നാണ് ആ വ്യക്തിയുമായിട്ട് ചേർന്ന് ചർച്ച ചെയ്യുന്നത്. പലപ്പോഴും താൻ നിർദ്ദേശിക്കാറുള്ളത് അവർക്ക് വിശ്വാസമുള്ള ഒരു മതപുരോഹിതനുമായിട്ട് അല്ലെങ്കിൽ ഇമാമുമായിട്ട് ഒരു തുറന്ന സംഭാഷണം നടത്തി അവരിൽ നിന്നും ഈ ലൈംഗിക ചികിത്സയ്ക്ക് വേണ്ട ഒരു അനുവാദം ആദ്യമേ തന്നെ വാങ്ങിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഇത് ഒരു ചികിത്സയുടെ ഭാഗമായിട്ട് പങ്കാളിയുമായിട്ട് സെക്സിൽ ഏർപ്പെടുന്നതിന് വേണ്ടിയാണ് ഈ സ്വയംഭോഗം ചെയ്ത് പരിശീലിക്കുന്നതെന്നും അല്ലാതെ അത് സ്വയം ആനന്ദിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല എന്നും മതപുരോഹിതനെയോ ഇമാമിനെയോ ഒക്കെ പറഞ്ഞ് ബോധിപ്പിക്കുകയാണ്. അപ്പം അവിടെ ആ ഒരു ചികിത്സയ്ക്ക് വേണ്ട അനുവാദം നൽകുന്നത് ഇമാമാണ്. അങ്ങനെ ആ ഒരു അനുവാദം സാധ്യമാകാത്ത പക്ഷം താൻ അവരോട് പങ്കാളിയുമായിട്ട് നേരിട്ട് പരിശീലിച്ച് പഠിക്കുവാനാണ് പറയാറ്. പക്ഷേ അത് എത്രത്തോളം ഗുണം ചെയ്യുമെന്ന് പറയാൻ സാധിക്കുകയില്ല എന്നും ഡോക്ടർ സ്പ്രാങ്കിൾ കൂട്ടിച്ചേർത്തു.